റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി, ഒന്നാമത്തത് യോജിപ്പിക്കാം എന്നാണ്. താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനോട് യോജിക്കുന്നത് ഇടത് സൈഡിലുണ്ട്. സാധാരണ പരീക്ഷകളിൽ അത് എഴുതാനുള്ള സ്ഥലം ഈ നടുഭാഗത്തായിട്ടുണ്ടാവാറുണ്ട്. ഇവിടെ നടുഭാഗത്ത് സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എഴുതലല്ലോ പ്രധാനം, ഉത്തരങ്ങൾ ഏതാണെന്ന് മനസ്സിലാവലാണല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്താൽ മതി, ഞാനിവിടെ ഇങ്ങനെ വരച്ച് കാണിച്ചു തരാം, നമ്പർ ഇട്ടിട്ടും കാണിച്ചു തരാം. ഉത്തരങ്ങൾ അങ്ങനെ നോക്കി പഠിക്കുക. പരീക്ഷകളിൽ ചിലപ്പോൾ എഴുതാനുള്ള സ്ഥലം ഉണ്ടാവും, അപ്പോൾ അവിടെ എഴുതുകയും ചെയ്യാം. ഇവിടെ ഒന്നാമത്തത് അത് നമ്പർ കൊടുക്കുക. ഒന്നാമത്തത് ഫർള് ഐനാണ്, 2 ഫർള് കിഫായാണ്, 3 ഹറാമ്, 4 സുന്നത്ത്, 5 കറാഹത്ത്, 6 ഹലാൽ. ഇതൊക്കെയാണുള്ളത്. പിന്നെ ഓപ്ഷൻസുകൾ ഇടത് സൈഡിൽ ഇതൊക്കെയാണ്. പിന്നെ മയ്യത്ത് നിസ്കാരം, റമദാനിലെ നോമ്പ്, സലാം പറയൽ, മദ്യപാനം, വില കൂടിയ ചെരുപ്പ് ധരിക്കൽ, വലതുവശത്തേക്ക് തുപ്പൽ. ഇതൊക്കെയാണ് യോജിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഓപ്ഷൻസുകൾ തന്നിട്ടുള്ളത്. ഇത് അധികവും എന്താണ്, അത് ഫുള്ള് നമ്മൾ ഇപ്പോൾ പഠിച്ചല്ലോ, അഹ്കാമുദ്ദീനിയ ശർഈയായ വിധികൾ പഠിച്ചല്ലോ. അതും അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫർള് ഐന് പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും നിർബന്ധമായ കാര്യമാണ്. അത് ഇതിലേതാണുള്ളത്? ഇതാണ് അതിൻ്റെ ആൻസർ, റമദാനിലെ നോമ്പ്. അപ്പോൾ ഒന്നാമത്തേൻ്റെ ഉത്തരം ഇതാണ്, റമദാനിലെ നോമ്പ്. രണ്ടാമത്തത് ഫർള് കിഫായാണ്. ഫർള് കിഫായ പറഞ്ഞാൽ നമുക്കറിയാം, സമൂഹത്തിൽ ആരെങ്കിലും ചെയ്താൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് ഒഴിവാകും, ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും എന്നാണ് പഠിച്ചിട്ടുള്ളത്. അത് ഇതിലേതാണ്? മയ്യത്ത് നിസ്കാരമാണ് ഫർള് കിഫായ ആയിട്ട് വരിക. ഇതാണ് അതിൻ്റെ ആൻസർ. പിന്നെ മൂന്നാമത്തത് ഹറാമാണ്. ഹറാം പറഞ്ഞാൽ ചെയ്ത ശിക്ഷ ഉണ്ട്, ഉപേക്ഷിച്ചാൽ കൂലി. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ ഏതാണുള്ളത്? ഇതാണ് അതിൻ്റെ ആൻസർ, മൂന്നാമത്തത് ഹറാമിൻ്റെ മദ്യപാനം. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ അതങ്ങനെ കണ്ടെത്തുക. ഇനി നാലാമത്തത് സുന്നത്താണ്. സുന്നത്ത് പറഞ്ഞാൽ ചെയ്താൽ കൂലുണ്ട്, എന്നാൽ ഉപേക്ഷിച്ചാൽ ശിക്ഷയൊന്നുമില്ല. അങ്ങനത്തെ ഒരു കാര്യം ഇതിലേതാണുള്ളത്? ഇതാണ് നാലാമത്തെ ഉത്തരം, സലാം പറയൽ. സലാം പറയൽ. ഇനി അഞ്ചാമത്തത് കറാഹത്താണ്. കറാഹത്ത് പറഞ്ഞാൽ ചെയ്താൽ ശിക്ഷയില്ല, എന്നാൽ ഉപേക്ഷിച്ചാൽ കൂലിയുണ്ട്. സുന്നത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണല്ലോ. അങ്ങനെ ഒരു കാര്യം ഇവിടെ ഏതാണുള്ളത്? കറാഹത്ത്. വലതുവശത്തേക്ക് തുപ്പൽ. ഇതാണ് അഞ്ചാമത്തെ ഉത്തരം. ഇപ്പോൾ കറാഹത്ത് എന്നുള്ളത് ഇതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്, അതിനോട് യോജിക്കുന്നത്. ഇനി ആറാമത്തത് ഹലാലാണ്. ഹലാൽ പറഞ്ഞാൽ ചെയ്താലും ഉപേക്ഷിച്ചാലും കൂലിയും ശിക്ഷയൊന്നും ഇല്ലാത്തതാണ്. അതേതാ? വില കൂടിയ ചെരുപ്പ് ധരിക്കലാണ് അതിൻ്റെ ഉദാഹരണമായിട്ട് വരിക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ടെത്താം. ഇനി രണ്ടാമത്തെ ഒരു ആക്ടിവിറ്റി വന്നിട്ടുള്ളത് വിധി എഴുതാം എന്നാണ്. വിധി എഴുതാം അങ്ങനെ വരാറുണ്ടല്ലോ. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഹൈല്, നിഫാസ് എന്നിവയുള്ളവർ നോമ്പ് നോൽക്കൽ. ഹൈല് നിഫാസൊക്കെ ഉള്ളവർ നോമ്പ് നോൽക്കൽ എന്താണ്? ഹറാമാണ്, അത് നമുക്കറിയാം. അപ്പോൾ ഹറാം എന്ന് എഴുതാം. അതാണ് അതിൻ്റെ വിധി. രണ്ടാമത്തത് നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ. നോമ്പുള്ള ആളുകൾക്ക് മിസ്വാക്ക് ചെയ്യൽ എപ്പോഴും സുന്നത്താണ്. നോമ്പുകാരനായാലും സുന്നത്തൊക്കെ ഉണ്ട്, പക്ഷേ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ എന്താണ്? അത് കറാഹത്താണ്. നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ കറാഹത്ത്. പിന്നെ മൂന്നാമത്തത് ഇസ്തിഹാദത്ത് ഉള്ളവർ ഫർള് നിസ്കരിക്കൽ. ഇസ്തിഹാദത്ത്, ഹൈല്, നിഫാസ്. ഇസ്തിഹാദത്ത് നമ്മൾ പഠിച്ചു, ഹൈല് നിഫാസുള്ള സമയത്ത് നിസ്കാരം നോമ്പൊന്നും പാടില്ല എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇസ്തിഹാദത്തുള്ള സ്ത്രീകൾ ഫർള് നിസ്കരിക്കൽ എന്താണ്? അത് വാജിബാണ്, നിർബന്ധമാണ്. ഹൈല് നിഫാസും പോലെ അത് ഒഴിവാക്കാൻ പാടുള്ളതല്ല. അപ്പോൾ അതാണ് വാജിബ് എന്നവിടെ അതിൻ്റെ വിധി എഴുതാം. നാലാമത്തത് വുളൂഇൽ തുടർച്ചയായി കഴുകുക. വുളൂഇൽ തുടർച്ച ഉണ്ടല്ലോ, അത് എന്താണ്? തുടർച്ചയായി കഴുകുക എന്നുള്ളത് സുന്നത്താണ്.
ക്രമപ്രകാരം ചെയ്യൽ ഫർളാണ്, തർത്തീബ് ഫർളാണ്. തുടർച്ചയായി ചെയ്യൽ എന്താണ്? അത് സുന്നത്താണ്. അപ്പോൾ അതങ്ങനെ വിധികൾ അങ്ങനെ എഴുതാം. ഇനി അടുത്ത ആക്ടിവിറ്റി മൂന്നാമത്തത് കള്ളികൾ പൂർത്തിയാക്കാം എന്നാണ്. കള്ളികൾ പൂർത്തിയാക്കാം. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഹൈല് രക്തം എന്നുണ്ട്, നിഫാസ് രക്തം എന്നുണ്ട്. പിന്നെ പൂർത്തിയാക്കേണ്ട കള്ളികൾ അതിൽ എന്തൊക്കെയാണ്? കുറഞ്ഞത് എത്രയാണ്, അതേപോലെ കൂടിയത്, സാധാരണ. അതിവിടേക്ക് ഇങ്ങനെ ഓരോന്നിൻ്റെയും ഇവിടേക്ക് ഇതാണ് വേണ്ടത്. അതിൽ ഒന്നാമത്തത് ഹൈല് രക്തമാണ് അല്ലേ? ഒന്നാമത്തത് ഹൈല് രക്തം. ഇത് കുറഞ്ഞത് എത്രയാണ്? കുറഞ്ഞത് ഒരു ദിവസമാണ്. ഹൈല് രക്തം കുറഞ്ഞത് ഒരു ദിവസമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കൂടിയതോ? കൂടിയത് 15 ദിവസമാണ് അല്ലേ? 15 ദിവസം. ഇങ്ങനെ അക്ഷരത്തിൽ ഇതിനോട് കുഴപ്പമൊന്നുമില്ല, അക്കത്തിലും എഴുതാം. ഒരു ദിവസം കുറഞ്ഞത്, കൂടിയത് 15 ദിവസം. സാധാരണ എത്രയാണ്? 6 അല്ലെങ്കിൽ 7 ദിവസങ്ങളാണല്ലേ. അപ്പോൾ 6 or 7 ദിവസം എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെ 6 or 7 ദിവസങ്ങൾ എന്നിവ എഴുതാം. അതാണ് ഹൈലിൻ്റെ. അപ്പോൾ ഇവിടെ ചെറിയൊരു നമ്മൾ പഠിച്ചത് ചിലപ്പം കുറഞ്ഞത്, സാധാരണ, കൂടിയത് അങ്ങനെ ആയിരിക്കും ആ ഓർഡർ. അപ്പോൾ ഓർഡർ ഇവിടെ എങ്ങനെയാണ്, ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ഓർഡർ കൊടുത്തിക്കണം എന്നുള്ളത് ശരിയാക്കണം, നോക്കണം, ശ്രദ്ധിക്കണം. ചിലപ്പോൾ നമ്മൾ ആ ഓർഡറിൽ അങ്ങനെ എഴുതും, പക്ഷേ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഓർഡറൊക്കെ മാറിയിട്ടുണ്ടാവും. അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ രണ്ടാമത്തേതായിട്ടുള്ളത് നിഫാസാണ്. നിഫാസ് രക്തം കുറഞ്ഞത് എത്രയാണ്? അതൊരു ദിവസമൊന്നുമില്ല, അല്പസമയമാണ്. അപ്പോൾ അല്പസമയം എന്ന് എഴുതാം കുറഞ്ഞത് എന്നുള്ള കള്ളിയിൽ. പിന്നെ കൂടിയത് 60 ദിവസമാണ്. നിഫാസാണല്ലോ, 60 ദിവസം. ഈ ഹൈല് നിഫാസ് അതിൻ്റെ ദിവസങ്ങളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ സാധാരണ അത് എത്ര ദിവസം ഉണ്ടാവുക? നിഫാസ് 40 ദിവസമാണ് ഉണ്ടാവുക. സാധാരണ 40 ദിവസം. ഹൈല് രക്തം കുറഞ്ഞത് ഒരു ദിവസം, കൂടിയത് 15 ദിവസം, സാധാരണ 6-7 ദിവസങ്ങളൊക്കെയാണ്. നിഫാസ് രക്തം കുറഞ്ഞത് അല്പസമയമാണ്, കൂടിയത് 60 ദിവസമാണ്, സാധാരണ 40 ദിവസമാണ്. ഇനി അടുത്ത ആക്ടിവിറ്റി നാലാമത്തത് പൂരിപ്പിക്കാം എന്നാണ്. ഇവിടെ ഒരു 3 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ അവസാന ഭാഗം വിട്ടു പോയിട്ടുണ്ട്, അത് പൂരിപ്പിച്ചു കൊടുക്കുക. ചില ഭാഗങ്ങൾ വിട്ടിട്ടുണ്ട്, അത് പൂരിപ്പിച്ചു കൊടുക്കുക. ക്വസ്റ്റ്യൻസ് വരാറുണ്ട് പൂരിപ്പിക്കാനൊക്കെ ഉള്ളത്. ഇവിടെ ഒന്നാമത്തത് ഹൈല്, നിഫാസ് എന്നിവയുടെ സമയത്തല്ലാതെ പുറപ്പെടുന്ന രക്തമാണ്. ഹൈല്, നിഫാസ് എന്നിവയുടെ സമയത്തല്ലാതെ പുറപ്പെടുന്ന രക്തമാണ് എന്ത്? ഇസ്തിഹാലത്ത് എന്നാണ് ആ രക്തത്തിൻ്റെ പേര്, ഇസ്തിഹാലത്ത്. രണ്ടാമത്തത് ഹജ്ജ് ചെയ്യുമ്പോൾ ശുദ്ധിയില്ലാതെ ഡാഷ് ചെയ്യാൻ പാടില്ല. ഹജ്ജ് ചെയ്യുമ്പോൾ ശുദ്ധിയില്ലാതെ ചെയ്യാൻ പാടില്ലാത്ത ഒരു അമലുണ്ട്. അതേതാണ്? തൊവാഫാണ്. തൊവാഫ്. അപ്പോൾ എങ്ങനെയായി? ഹജ്ജ് ചെയ്യുമ്പോൾ ശുദ്ധിയില്ലാതെ തൊവാഫ് ചെയ്യാൻ പാടില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ അമലുകളും നിർവഹിക്കുക, തൊവാഫ് അവിടെ മാറ്റി വെച്ചിട്ട് ശുദ്ധിയായ ശേഷം നിർവഹിക്കണം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. മൂന്നാമത്തത് സമ്പൂർണവും പരിശുദ്ധവുമായ ഇസ്ലാമിക ശരീഅത്തിൻ്റെ വിധികൾക്കാണ് എന്തെന്ന് പറയുന്നത്? അഹ്കാമുദ്ദീനിയ എന്ന് പറയുന്നത്. അഹ്കാമുദ്ദീനിയ. ഞാൻ കംപ്ലീറ്റ് ഇവിടെ എഴുതുന്നില്ല, എന്ന് പറയുന്നത് വരെ എഴുതുമ്പോഴാണത് കംപ്ലീറ്റ് ആവുക. അഹ്കാമുദ്ദീനിയ. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി വേർതിരിക്കാം എന്നാണ്. ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന് ഇളവ് ലഭിക്കുന്ന നജസുകൾ, രണ്ടാമത്തത് ഇളവ് ലഭിക്കാത്ത നജസുകൾ. ഇത് രണ്ടും ഇവിടെ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഇളവ് ലഭിക്കുന്ന നജസുകൾ നേരെ മുകളിൽ നോക്കിയിട്ട് ഇവിടേക്ക് എഴുതുക. ഇളവ് ലഭിക്കാത്ത നജസുകൾ മുകളിൽ നിന്ന് ഏതാണ് എന്ന് നോക്കിയിട്ട് അത് താഴേക്ക് എഴുതുക. അതിലിപ്പോൾ നോക്കൂ, ഒന്നാമത്തത് നോക്കുക. ഇതിൽ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം. ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം. ഞാനതിവിടെ നമ്പറിട്ട് മനസ്സിലാക്കി തരാം. അത് ഇളവ് ലഭിക്കുന്ന നജസുകളാണ്. ഇവിടെ അതിൻ്റെ നമ്പർ 1 ആണല്ലോ. അപ്പോൾ അത് ഇവിടേക്ക് എഴുതാം. ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം. ഇനി അടുത്തത് രണ്ടാമത്തത് മുഗല്ലദിൻ്റെ കുറഞ്ഞ രക്തം എന്നാണ് മുകളിലുള്ളത്. മുഗല്ലദ് നജസ് പറയുമ്പോൾ നായും പന്നിയൊക്കെയാണല്ലോ. അത് കുറഞ്ഞതാണെങ്കിലും കൂടിയതാണെങ്കിലും അത് നോക്കാനൊന്നുമില്ല, അതിൽ ഇളവുണ്ടാവില്ല. അപ്പോൾ അത് രണ്ടാമത്തേലാണ് എഴുതേണ്ടത്. അപ്പോൾ അത് താഴേക്ക് ഇവിടെ എഴുതാം. മുഗല്ലദിൻ്റെ കുറഞ്ഞ രക്തം. മുഗല്ലദിൻ്റെ കുറഞ്ഞ രക്തം എന്ന് എഴുതിയിട്ടുണ്ട്. മൂന്നാമത്തത് ഇവിടെ ഈച്ചയുടെ രക്തമാണ് കൊടുത്തിട്ടുള്ളത്. ഈച്ചയുടെ രക്തം അതെന്ത് ചെയ്യും? അത് ഇളവ് ലഭിക്കുന്ന നജസുകൾ പെട്ടതാണ്. ഒന്നാമത്തേലാണ് എഴുതേണ്ടത്. ഈച്ചയുടെ രക്തം എഴുതിയിട്ടുണ്ട്. ഇനി അവസാനത്തേത് കൊതുകിൻ്റെ ശവമാണ്. കൊതുകിൻ്റെ ശവം. ശവങ്ങളിൽ
നമുക്കറിയാം ഇളവ് ലഭിക്കുന്ന അല്ലെങ്കിൽ നജസ്സല്ലാത്തത് മനുഷ്യൻ, മത്സ്യം, ജറാദാണ് അല്ലേ. ബാക്കിയുള്ള ശവങ്ങളിലൊക്കെ നജസ്സുകളാണ്. അപ്പോൾ അത് ഇളവ് ലഭിക്കാത്തതിന്. അപ്പോൾ ഇത് 2ലാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യാം, കൊതുകിൻ്റെ ശവം എന്ന് എഴുതാം. അത് ഇളവ് ലഭിക്കൂല. അപ്പോൾ ഇളവ് ലഭിക്കുന്ന നജസ്സുകൾ എന്നുള്ളിടത്ത് ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം, അതും പിന്നെ ഈച്ചയുടെ രക്തവും, ഇത് 2ആണ്. പിന്നെ ഇളവ് ലഭിക്കാത്ത നജസ്സുകളിൽ ഏതൊക്കെയാണ്, മുഗല്ലദിൻ്റെ കുറഞ്ഞ രക്തം, ഇതും പിന്നെ കൊതുകിൻ്റെ ശവവും. ഇനി 6ാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ്. 4 ചോദ്യങ്ങൾ താഴെയുണ്ട്. ചോദ്യങ്ങൾ വായിച്ചിട്ട് അതിൻ്റെ ഉത്തരം എഴുതി കൊടുക്കാനാണ്. അതിൽ 1ാമത്തെ ചോദ്യം, നിഫാസ് രക്തം എന്നാൽ എന്ത്? നിഫാസ് എന്നാൽ എന്ത് എന്നോ അല്ലെങ്കിൽ നിഫാസ് രക്തം എന്നാൽ എന്ത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ എങ്ങനെ എഴുതാം? നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന രക്തമാണ് നിഫാസ് അല്ലേ. പ്രസവം കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്നത് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ പുറപ്പെടുന്ന രക്തം അങ്ങനെ എഴുതാം. ഇനി 2ാമത്തത്, ഹൈല് രക്തം എന്നാൽ എന്ത്? ഹൈല് എന്നാൽ എന്ത് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിലൊക്കെ ആൻസർ ഇങ്ങനെ എഴുതാം. ഇനി വ്യക്തമാക്കാം എന്ന് പറഞ്ഞിട്ട് ഹൈല്, നിഫാസ് അങ്ങനെ ചോദിക്കുകയാണെങ്കിലൊക്കെ അതിൻ്റെ ആൻസർ തന്നെയാണ്. എന്താണ് ഹൈല് രക്തം എന്നാൽ? ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്നത്, അല്ലെങ്കിൽ ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്ന രക്തം, അങ്ങനെ എഴുതാം. ഗർഭാശയത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിന്ന് ചില പ്രത്യേക സമയങ്ങളിൽ പുറപ്പെടുന്നത്, അങ്ങനെ എഴുതാം. 3ാമത്തേത്, നിസ്കാരം സാധുവാകാൻ എന്തെല്ലാം ശുദ്ധിയായിരിക്കണം? നിസ്കാരം ശരിയാവാൻ എന്തൊക്കെ ശുദ്ധിയായിരിക്കണം? നിസ്കരിക്കുന്നവൻ്റെ ശരീരവും വസ്ത്രവും സ്ഥലവും ആണല്ലേ. അപ്പോൾ ആ 3 കാര്യങ്ങൾ എഴുതാം. ശരീരം, വസ്ത്രം, സ്ഥലം, അത് എഴുതാൻ മതി. ഇനി 4ാമത്തേത്, മുഖഫഫായ നജസ് എങ്ങനെ ശുദ്ധിയാക്കാം എന്നാണ്. മുഖഫഫായ നജസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലഘുവായ നജസാണ്. ഇപ്പോൾ 2 വയസ്സ് തികയാത്ത, പാലല്ലാത്ത, മറ്റൊന്നും ഭക്ഷിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണല്ലോ മുഖഫഫായ നജസ്. അതെങ്ങനെയാണ് ശുദ്ധിയാക്കുക? അതിൻ്റെ ആൻസർ ഇതാണ്, തടിയുണ്ടെങ്കിൽ നീക്കി മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം ആ ഭാഗത്തേക്കെല്ലാം കുടയുക, കഴുകേണ്ടതില്ല അല്ലേ. ഇപ്പോൾ കുടയുക വരെ എഴുതിയാലും മതി. തടിയുണ്ടെങ്കിൽ നീക്കി മൂത്രത്തേക്കാൾ കൂടുതൽ വെള്ളം ആ ഭാഗത്തേക്കെല്ലാം കുടയുക. അപ്പോൾ അങ്ങനെ ആൻസർ ചെയ്താം. ഇനി 7ാമത്തെ ആക്ടിവിറ്റി, 2 വീതം എഴുതാം എന്നാണ്. 2 വീതം എഴുതാം. അതിൽ 2 ചോദ്യങ്ങളാണുള്ളത്. 2 ഉത്തരങ്ങൾ എഴുതി കൊടുക്കാനുണ്ടാവും. അതിൽ 1ാമത്തേത്, വുളൂഇൽ ശ്രദ്ധിച്ചു കഴുകേണ്ട അവയവങ്ങൾ. വുളൂഇൽ ശ്രദ്ധിച്ചു കഴുകേണ്ട അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചു കഴുകേണ്ട ഭാഗങ്ങൾ ഏതൊക്കെ എന്നാണ്. ഏതൊക്കെയാണ്? മടമ്പ്, പീളക്കുഴി, അതാണല്ലോ. വുളൂഇൽ ശ്രദ്ധിച്ചു കഴുകേണ്ട അവയവങ്ങൾ മടമ്പ്, പീളക്കുഴി. 2ാമത്തേത്, വുളൂഇൻ്റെ സുന്നത്തുകൾ. വുളൂഇൻ്റെ സുന്നത്തുകൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പാഠത്തിൽ ഇഷ്ടംപോലെ സുന്നത്തുകൾ, കുറേ സുന്നത്തുകൾ പഠിച്ചിട്ടുണ്ട്. അതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. പേജ് നമ്പർ 17 നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസറുകൾ കാണാം. ഞാനിവിടെ ഏറ്റവും ചെറിയ 2 സുന്നത്തുകൾ എഴുതുകയാണ്. ഒന്ന്, ഖിബിലയിലേക്ക് തിരിയുക. ആദ്യം ഭാഗത്ത് പറഞ്ഞ തന്നെ. മറ്റൊന്ന്, മിസ്വാക്ക് ചെയ്യുക. ഇതൊക്കെ വുളൂഇൻ്റെ സുന്നത്തുകൾ പെട്ടതാണ്. അപ്പോൾ ആ പാഠഭാഗത്തിൽ പറഞ്ഞ വുളൂഇൻ്റെ സുന്നത്തുകളിൽ നിന്ന് ഏതും നിങ്ങൾക്ക് എഴുതാം. ഓർഡറിൽ എഴുതണം എന്നൊന്നുമില്ല. ഉത്തരം എഴുതാനുള്ള സ്ഥലമൊക്കെ പരിഗണിച്ച്, വളരെ അതേപോലെ പഠിക്കാനുള്ള സൗകര്യം പരിഗണിച്ച് അതൊക്കെ കുറച്ച് എഴുതാനുള്ളതൊക്കെ തിരഞ്ഞെടുക്കുകയാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ 2 എഴുതിയിട്ടുണ്ട്. 1, ഖിബിലയിലേക്ക് തിരിയുക. 2, മിസ്വാക്ക് ചെയ്യുക. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.